ക്യാൻവയിൽ നമുക്ക് ഒരു ഓണാശംസകൾ കാർഡ് ഒരു പോസ്റ്റർ നമുക്ക് തയ്യാറാക്കി നോക്കാം. അതിനായി പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. ആവശ്യമായിട്ടുള്ള ക്യാൻവാസ് സൈസ് എടുക്കുന്നു. ഞാനിവിടെ ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ടിയിട്ടുള്ള കാർഡാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യും. അതിനുശേഷം നമ്മളൊരു ബ്രാൻഡ് കിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഓണാശംസകൾ എന്നുള്ളത് ബ്രാൻഡിൽ പോയിട്ട് എടുക്കാം. അതിൽ ബ്രാൻഡിൽ പോയിട്ട് ടക്കി ടീച്ചർ ബ്രാൻഡിൽ പോകുന്നു. അതിനുശേഷം ഗ്രാഫിക് ഫോൾഡറിൽ മലയാളം ടൈപ്പോഗ്രഫി എടുക്കുന്നു. അവിടെ ദിനങ്ങൾ സെലക്ട് ചെയ്യുന്നു. ഓണം സെലക്ട് ചെയ്യുന്നു. പുതുതായി ഒരുപാട് ആശംസകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്നും ഒരു ആശംസ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വെറുതെ സെൻറ്ററിൽ കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം എനിക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം കളർ സെലക്ട് ചെയ്യുന്നു. കളർ സെലക്ട് ചെയ്തതിനു ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഡിയൻറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള കളർ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു ഗ്രാഡിയൻറ്റ് കളർ ഞാനിവിടെ ചൂസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം മുകളിൽ ഒരു ടെക്സ്റ്റ് എനിക്ക് ആഡ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ടെക്സ്റ്റിൽ പോയിട്ട് ഏതെങ്കിലും ഒരു മലയാളം ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. ഏവർക്കും ഹൃദ്യമായ എന്നുള്ളത് സെലക്ട് ചെയ്യും. അതിനുശേഷം ഫോണ്ട് ആവശ്യത്തിന് വലുപ്പം ക്രമീകരിച്ചതിന് ശേഷം അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഫോണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോണ്ട് സെലക്ട് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ ബ്രാൻഡ് കിറ്റിൽ നമുക്ക് സ്ഥാപനത്തിൻ്റെ പേര് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അതിനായി ഞാൻ മറ്റൊരു ബ്രാൻഡ് കിറ്റിൽ പോയിട്ട് സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് കിറ്റിൽ പോയതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഹെഡിങ് ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. അതായത് സ്കൂളിൻ്റെ ലോഗോ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ ലോഗോ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇത് വ്യക്തമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്കൊരു എലമെൻറ്റ് ചേർക്കാം. ഇതുപോലുള്ള ഒരു എലമെൻറ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ കളർ ഒന്ന് വൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം ആ എലമെൻറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ കോർണർ ഒന്ന് സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ റൗണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ നീക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ അതിന് മുകളിൽ കൊണ്ടുപോയി വെക്കുന്നു. ഇതിനെനിക്ക് താഴേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഈ ഒരു സംഭവം സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന പൊസിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടു ബാക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് അതിനെ മാറ്റാവുന്നതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ആവശ്യമായ രൂപത്തിൽ ഞാനിതിനെ ക്രമീകരിച്ച് ആവശ്യത്തിനനുസരിച്ച് അതവിടെ ആഡ് ചെയ്യുന്നു. ലോഗോ ആവശ്യാനുസരണം സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ അത് നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഒരു പിക്ചറാണ് എനിക്ക് കൊണ്ടുവരേണ്ടത്, ഓണവുമായി ബന്ധപ്പെട്ട പിക്ചർ. അതിനുവേണ്ടി ഞാൻ നേരെ എലമെൻസിൽ പോകുന്നു. അവിടെ ഞാൻ ഓണം എന്ന് ടൈപ്പ് ചെയ്യുന്നു. അവിടുന്ന് ഓണവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ചിത്രം ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ എനിക്ക് വേണ്ടത് ഈ ചിത്രമാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ഇനി സ്കൂളിൻ്റെ ഒരു പേര് കൂടി എനിക്കിവിടെ ചേർക്കണം വിചാരിക്കാം. നമ്മുടെ സ്കൂളിൻ്റെ പേര് കിറ്റിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ പേര് ബ്രാൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് സ്കൂളിൻ്റെ ബ്രാൻഡ് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്കൂളിൻ്റെ പേര് കാണാൻ സാധിക്കും. ഞാൻ അവിടുത്തെ ഒരു പേര് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാനതവിടെ കൊടുക്കുന്നു. ഓക്കെ, ഇനി സ്കൂളിൻ്റെ പേര് എനിക്കൊന്നുകൂടി ഒന്ന് വെറൈറ്റി ആയിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹാങ് ചെയ്യുന്ന തൂങ്ങിക്കിടക്കുന്ന രൂപത്തിൽ ഹാങ്ങിങ് ഒബ്ജക്റ്റാണ് കൊടുക്കാൻ വിചാരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു സംഭവം ഇവിടുന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ഈ ഒരു സംഭവമാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ആവശ്യാനുസരണം ചെറിയ രൂപത്തിൽ അതിനെ സൈസൊക്കെ ക്രമീകരിച്ച് ഇതിൻ്റെ പൊസിഷൻ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊസിഷനിൽ ടു ബാക്ക് കൊടുക്കാം. അപ്പോൾ അത് അവിടുന്ന് കെട്ടി ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും. അതിനുശേഷം നമ്മുടെ പേര്, സ്കൂളിൻ്റെ പേര് ഇതിലേക്ക് ചേർക്കാം. ഈ സ്കൂളിൻ്റെ പേരും ജസ്റ്റ് അതിനെ പൊസിഷൻ ടു ബാക്കിലേക്ക് കൊടുക്കാം. അപ്പോൾ ഏറ്റവും ബാക്കിൽ പോയിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഫോർവേഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് മുന്നിലേക്ക് അത് എത്തിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച ഈ ചിത്രം ഇവിടെ ക്രമീകരിക്കാം. ഓക്കെ, ഇനി എലമെൻസിൽ പോയതിന് ശേഷം ഓണപ്പൂക്കളം നമുക്ക് വേണം. അതുകൊണ്ട് ഓണം എന്നുള്ള വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് പൂക്കൾ നമുക്ക് ആവശ്യമാണെങ്കിൽ ഇങ്ങനെ പൂക്കൾ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്നു. അതിൻ്റെ കോപ്പി എടുത്ത് വീണ്ടും നമുക്ക് ആവശ്യാനുസരണം ക്രമീകരിക്കാം. ഇത് സിമ്പിളായിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ഈ പോസ്റ്റർ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് ഒന്നുകൂടെ മുകളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സ്കൂളിൻ്റെ പേരൊന്ന് മൊത്തത്തിൽ ഇതിനെ ഒന്ന് മുകളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം മൊത്തം സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം മോർ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിനെ മൾട്ടിപ്പിൾ സെലക്ഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ആവശ്യാനുസരണം വലിപ്പം ക്രമീകരിച്ചുകൊണ്ട് ഈ പോസ്റ്റർ
നമുക്ക് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഒരു ബ്രാൻഡ് യൂസ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്കൊരു ചിത്രം സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്, അല്ലെങ്കിൽ തയ്യാറാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് സൈസൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഏറ്റവും കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് HD ക്വാളിറ്റിയിൽ തന്നെ ഇതിനെ സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.